ഇടപെടുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു എങ്കിലും ഒരു സർക്കാർ പരിപാടിയായിരുന്നില്ല തൃശ്ശൂരിലെ വേദി. അത് ഒരു BJPയുടെ ഒരു രാഷ്ട്രീയ പരിപാടി തന്നെയായിരുന്നു, സ്ത്രീ ശക്തി സംഗമം. അവിടെ നടി ശോഭനയെ പോലെയുള്ളവർ പോയതിൽ താങ്കൾ തെറ്റ് കാണുന്നുണ്ടോ? അല്ല, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആദ്യമേ പറയണം. ഒരു എൻ്റെ ജനറൽ സ്റ്റാൻഡ് പറഞ്ഞിട്ട് അത് പറയാൻ പറ്റൂ. സ്റ്റാൻഡ് ഒന്ന്, BJPക്ക് പിന്തുണച്ച് ആര് പോകുന്നതിനും അനുകൂലിക്കുന്ന ആളല്ല ഞാൻ. ഒരു കുട്ടി, ശോഭന എന്നല്ല, ഒരു ചെറിയ കുട്ടി പോലും കൂടുതൽ BJPയുടെ സപ്പോർട്ടർ ആവുന്നതിൽ ഇഷ്ടമില്ലാത്ത, രാഷ്ട്രീയമായി എതിർക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് യാതൊരു സംശയമില്ല. ശോഭന എന്നല്ല, ആര് പോയാലും, ഇപ്പം മറിയക്കുട്ടി പോയതിനെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, എന്നുവെച്ചാൽ എനിക്ക് താല്പര്യമില്ല, അത് വേറെ പ്രശ്നം. പക്ഷേ ശോഭന എന്നല്ല, ആർക്കും സ്വന്തം രാഷ്ട്രീയ നിലപാട് സ്വതന്ത്രമായി പറയാൻ കഴിയുന്ന ഒരു ജനാധിപത്യമുള്ള രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ BJPയുടെ സുഹൃത്ത് വളരെ ഗംഭീരമായി പറഞ്ഞു, അവരുടെ ഹാൻഡിലുകൾ എന്നെ പോലെയുള്ള ആളുകൾക്കെതിരെ പറയുന്ന എന്തെങ്കിലും നമ്മൾ മോഡിക്കെതിരെ പറഞ്ഞാൽ ഉടനെ നമ്മൾ ഫണ്ട് വാങ്ങുന്നവരാണ്, വിദേശിയാണ്, നമ്മൾ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റിൻ്റെ ആളാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിമർശനം BJPക്കാരും ചെയ്യും, CPM-കാരും ചെയ്യും. ഒരു പരിധി വരെ അത്ര ശക്തിയില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാർ അത്രയും ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം എനിക്കെതിരെ ഓരോരുത്തർക്കെതിരെ നമ്മൾ കാണുകയാണ്. അപ്പോൾ അധിക്ഷേപം അവിടെ നിൽക്കട്ടെ. ഒരു സിനിമാ നടി എന്ന നിലയിൽ അവിടെ പോയി, ഒരു സ്വീകരണത്തിൽ പോയി, അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ബുദ്ധിയുണ്ട്, ബോധ്യമുണ്ട്. പക്ഷേ അവരവിടെ പറഞ്ഞ കാര്യം, അതിൻ്റെ രാഷ്ട്രീയത്തെ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ സ്ത്രീ സംവരണ ബിൽ ലോക തട്ടിപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. കാരണം വെച്ചാൽ അത് ഒരു കാലത്ത് നടപ്പാക്കാൻ പോലുള്ള, ഞാൻ നടപ്പാക്കുമ്പോൾ തന്നെ 820 സീറ്റാക്കി ഇപ്പോഴുള്ള സീറ്റ് നിലനിർത്തി. കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെ സീറ്റ് കുറച്ച്, ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. UP നിന്നൊക്കെ കൂടുതൽ സീറ്റ് വരികയും കേരളത്തിൽ നിന്നൊക്കെ ദക്ഷിണേന്ത്യയിൽ നിന്ന് സീറ്റ് കുറയുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ പാർലമെൻറ്റ് 800 സീറ്റാക്കുകയും അതിൽ നിന്ന് 1/3 സ്ത്രീകൾക്ക് കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ഒരു കാലത്ത് സൗത്ത് ഇന്ത്യക്കാരന് ഒരാധിപത്യവും ഇല്ലാത്ത തരത്തിൽ വളരെ വലിയ വിഭാഗീയവും വർഗീയവും ഒക്കെയായ ഒരു അജണ്ട അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ 24-ൽ ആ സംവരണം കൊണ്ടുവരണമായിരുന്നു, അത് കൊണ്ടുവരാമായിരുന്നു. ഇപ്പോഴുള്ള 1/3 സീറ്റ് സ്ത്രീകൾക്ക് കൊടുത്താൽ മതി. ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളാണ്, ചെയ്യണമെന്ന് പറയുന്ന ആളാണ്. പക്ഷേ ശോഭനയെ പോലെ ഒരാളെ കൊണ്ട് ഇത് പറയിക്കുന്നു. ശോഭനയ്ക്ക് ഇതിന്റെ ട്രിക്ക് അറിയാത്തത് കൊണ്ടാണോ? ശോഭന വനിതാ സംവരണം, അതിനേക്കാൾ വലിയ കാര്യങ്ങൾ പറഞ്ഞു. വനിതാ സംവരണ ബില്ലിന്റെ കാര്യത്തിന് ഉപരിയായിട്ട് ശോഭന പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഭരണ നേതൃത്വത്തിൽ ഒരുപാട് പേർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നേതൃത്വമാണ് അവരേറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്ന കൃത്യമായ സന്ദേശം അവർ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വേദിയിൽ. അല്ല മഞ്ജുഷേ, അത് ഈ ഒരു വിഷയത്തിലാണ്. അവർ ഈ ഒരു വിഷയം, ഞാൻ കേട്ടിടത്തോളം അവർ ഈ വിഷയം സംസാരിച്ചുള്ളൂ. പ്രധാനമായും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഇതുവരെയുള്ള ഭരണാധികാരികൾ കൊണ്ടുവന്നില്ല. ഇപ്പോൾ ഇത് കൊണ്ടുവന്നു, അതൊക്കെ ശരി. ഞാൻ പറഞ്ഞ് അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, താത്വികമായി ഇത് വനിതാ സംവരണത്തെ 100% അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോഴും അത് നടപ്പാകാൻ പോകുന്നില്ല. നടപ്പായാൽ തന്നെ അതിൻ്റെ പിന്നിൽ ഗൂഢതന്ത്രങ്ങളുണ്ട്. ഇതൊരു പക്ഷേ ശോഭനയെ പോലെ ഒരാൾക്ക് മനസ്സിലാവാത്തതാണോ? അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് കൊണ്ടുവന്ന പ്രധാനമന്ത്രി വളരെ ഗംഭീരമാണ്, ഇതാണ് നമ്മുടെ അഭിപ്രായം പറഞ്ഞത്. ഇവിടെ പ്രശ്നം എന്താ? ഇപ്പോൾ ശോഭന കേരളീയം എന്ന് പറയുന്ന പരിപാടിയിൽ വരുന്നു. ഇപ്പോൾ വളരെ കൺട്രോൾഡായി വർത്തമാനം പറയുന്ന ഗോവിന്ദ മാഷ്. അന്ന് ഗോവിന്ദ മാഷും പാർട്ടിയും ശോഭനത വന്നു, ശോഭനയും മോഹൻലാലിനെയും, നാളെ മോഹൻലാൽ പോകുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആരോ പറയുന്നുണ്ട് അമ്പലത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മോഹൻലാലിനെ ക്ഷണിച്ചിട്ടുണ്ടെന്ന്, എനിക്കറിയില്ല പോകുമെന്ന്. അങ്ങനെ പോവില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ഒരിക്കൽ പോയതാണ്. ഇപ്പോൾ ഗോവിന്ദ മാഷ മുഴുവൻ ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടത് സുരേഷ് ഗോപിയെക്കുറിച്ചും ഏതാണ്ട് ഇതേപോലെ ഒരു കമൻ്റ് ഉണ്ടെന്നാണ്, പൊതു സ്വത്താണെന്ന്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം വളരെ കൃത്യമായി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി മുമ്പാവുകയും ഇനി ആവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു BJP താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളെങ്ങനെ പൊതുസ്വത്താവുക? പൊതുസ്വത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ വേറെയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താ? ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കളിയെ ഇഷ്ടപ്പെടുന്നവർ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാം, ഒരു തെറ്റുമില്ല. അതുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ മോശം കളിക്കാരനാണെന്ന് അർത്ഥമില്ല. ശോഭന മോശം കളിക്കും. ഇപ്പോൾ ശോഭന അവിടെ വന്ന് നിൽക്കുമ്പോൾ PT ഉഷ വേദിയിലുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സ്പോർട്സ് താരങ്ങൾ എത്ര ശക്തമായ സമരമാണ് ഗുസ്തി മേഖലയിൽ നടത്തിയതെന്ന് എനിക്ക് മഞ്ജുഷ്ണു അറിയാലോ. അവരെക്കുറിച്ചൊരു പരാമർശം ഉണ്ടായില്ലല്ലോ. മോഡിയുടെ കാലിന് കീഴിലല്ലേ, ഡൽഹിയിലല്ലേ അത് നടന്നത്? അതിനെക്കുറിച്ചൊരു പരാമർശം ഉണ്ടായില്ല. മോദി ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞു വന്നത് പ്രശ്നം അതാണ്. ഇപ്പോൾ സ്ത്രീകൾ നിരവധി കാര്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു നമ്മുടെ നാട്ടിൽ. അതൊന്നും മോഡി വന്നുകൊണ്ട് കൂടെ കുറേ ഒന്നും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അത് ചില വർഗീയമായ ചില വിഭജനങ്ങൾ. പക്ഷേ ഇവിടെ ഈ നരേന്ദ്രമോദിയോടുള്ള വിരോധം അല്ലെങ്കിൽ BJPയോടുള്ള തൊട്ടുകൂടായ്മ, അതിന് മാറ്റം വന്നിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണല്ലോ. മുൻപ് കേരളത്തിലൊക്കെ ഇങ്ങനെ BJPയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ
പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തന്നെ പറയാം. ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സ്ക്രൂട്ടിനി പോലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനി അതിന്റെ ഒരു ആവശ്യമില്ലാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണോ? ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന കാര്യം കൃത്യമായി നിരീക്ഷിച്ച് അവരെന്തിനു പോയി, അവർ പോകാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ രീതിയിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണോ? CPM-ഉം കോൺഗ്രസും ആർക്കും എവിടെയും പോകാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അതിനപ്പുറം അവർ പറയാൻ തയ്യാറാകുന്നില്ല. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഇത് സർക്കാർ പരിപാടിയല്ല, കേരളീയവുമായി ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. തൃശ്ശൂരിൽ നടന്നത് പാർട്ടിയുടെ പരിപാടിയാണ്. അവിടെ പോയപ്പോൾ പോലും കൺട്രോൾഡ് ആയിട്ട്, താങ്കൾ പറഞ്ഞ പോലെ കൺട്രോൾഡ് ആയിട്ട് മാത്രമേ വർത്തമാനം പറയുവാൻ സാധിക്കുന്നുള്ളൂ ഗോവിന്ദ മാഷക്ക്. അല്ല, അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇപ്പം ശോഭനയ്ക്ക് അവിടെ പോകാൻ പാടില്ല എന്ന് ഇന്ത്യ ഭരണഘടനയിൽ എവിടെ പറഞ്ഞിട്ടില്ലല്ലോ ആ അർത്ഥത്തിൽ. പിന്നെ രാഷ്ട്രീയമായി ശോഭന എന്ത് നിലപാടെടുക്കുന്നുള്ളൂ? ശോഭന സുരേഷ് ഗോപി BJP കാരനാണ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു നടൻ അടുത്ത കാലത്ത് BJP ആണ് വലിയ കാര്യമായിട്ട്, അല്ലെങ്കിൽ വേറെ നടന്മാർ, അല്ലെങ്കിൽ ക്രിക്കറ്റർമാർ, ആർക്കും BJP ആവാം, ആർക്കും കോൺഗ്രസും ആവാം. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പം ശോഭന മാത്രമല്ലോ, ഇതിനു മുമ്പ് പലരും പോയിട്ടില്ലേ? പല പ്രമുഖ വ്യക്തികളും BJP-യിലേക്ക് പോയിട്ടുണ്ട്, കേരളത്തിലും പോയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. BJP-യിൽ ഇതിപ്പോൾ അവർ BJP ചേർന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അവരുടെ പ്രസംഗം അറിഞ്ഞോ അറിയാതെയോ മോഡിയെ പുകഴ്ത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ മോഡിയെ പുകഴ്ത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ വേറെ വല്ല കാര്യം, ഇന്ത്യ ഒളിമ്പിക്സ് നേടുന്നതിന്, ഒളിമ്പിക്സ് കൊണ്ടുവരുന്നതിന് നല്ലതെന്ന് അഞ്ജു ബോബി ജോർജ് പറഞ്ഞു. നല്ല കാര്യം, എനിക്കിഷ്ടമായി. 1936 ഇന്ത്യയിൽ ഒളിമ്പിക്സ് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് അഞ്ജു ബോബി ജോർജ് ഒരു യോഗത്തിൽ പ്രധാനമന്ത്രി ഇരിക്കുമ്പോൾ പറഞ്ഞു. നല്ല കാര്യം, ഇന്ത്യയിൽ ഒളിമ്പിക്സ് വരട്ടെ, ആര് ഭരിച്ചാലും ഇന്ത്യയിൽ ഒളിമ്പിക്സ് നല്ലൊരു കാര്യമാണ്. പക്ഷെ അതുപോലെയല്ല ഇവിടെ. ശോഭന പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സമ്മേളനം നടക്കുമ്പോൾ അവിടെ സ്ത്രീ നേരത്തെ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി മഞ്ജുഷേ, അവിടെ എന്തേ CK ജാനു എന്നൊരാളുണ്ടായിരുന്നല്ലോ കേരളത്തിൽ, ഇവരുടെ മുന്നണിയിലുള്ള ആളാണല്ലോ, എന്തേ വരാഞ്ഞത്? എന്തേ CK ജാനു കേരളത്തിൽ പ്രമുഖ വ്യക്തിയാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു NDA ആ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ എന്താ ആദിവാസികൾ അവർ വന്നൂടെ? കേരളത്തിലെ ആദിവാസികൾ വന്നൂടെ? ദളിത് നേതാക്കന്മാർ വന്നൂടെ? അവരുടെ സ്ത്രീകളില്ലേ? അപ്പോൾ പ്രശ്നം BJP-യുടെ ചില രാഷ്ട്രീയങ്ങൾ, അതിൻ്റെ സവർണ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയം അവിടെ വളരെ വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ അത്തരമൊരു ട്രാപ്പാണെന്ന് ഞാൻ പറയുന്നില്ല. അറിഞ്ഞുകൊണ്ട് പോയതാണെങ്കിൽ ശോഭന പറയുകയാണ് എനിക്കറിയായിരുന്നു, ഞാൻ അങ്ങനെയാണ് പോയത് എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഉത്തരവില്ല. പക്ഷെ അതെന്തായാലും ശോഭനയെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോഴും അധിക്ഷേപിക്കുന്ന തരത്തിലൊരു വാക്ക് ആരെയും പറയാൻ പാടില്ല. നമ്മുടെ ജനാധിപത്യം ഇതുവരെ പരിപൂർണമായിട്ടില്ല. നേരത്തെ ഗോകുൽ പറഞ്ഞ ശരി, അത് ഇടതുപക്ഷത്തിന് മാത്രമല്ല ഗോകുലിൻ്റെ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും സ്വാധീനം, സംഘബലം വെച്ച് അഭിപ്രായം പറയുന്നവരെ അങ്ങ് ഇല്ലാതാക്കുക. അത് ജനാധിപത്യം, അത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകതയാണ്. ആളുകൾ ചില കുറച്ച് കഴിഞ്ഞാൽ മാൻ ഹാൻഡിൽ ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ അത് ലിഞ്ചിങ് പോലെ, അതുപോലെ തെറി പറയുന്ന പോലെയൊക്കെ വരും, അല്ലെങ്കിൽ ആളെ കൈകാര്യം ചെയ്യും ഫിസിക്കലായി. അതൊന്നും ശരിയല്ല. അതിനെതിരെ നമുക്ക് നിലപാടെടുക്കണം. ജനാധിപത്യപരമായി ശോഭനയുടെ അഭിപ്രായമാണെങ്കിൽ ശോഭന അറിഞ്ഞിട്ടാ പറയണേ, ശോഭന പറയട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യക്തിപരമായ അവരുടെ ഭരണഘടന പറയുന്നൊരു അഭിപ്രായ അവകാശമല്ലേ 19 പാർട്ടികൾ.